നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എന്തിന് ഇത്രയും കാലം ചങ്കായി ചേർന്ന് നിന്ന MP സ്ഥാനം വരെ കരസ്ഥമാക്കിയ ജോൺ ബ്രിട്ടാസ് പോലും കൈവിട്ടു? വെള്ളിയാഴ്ച വീണയെ ED അറസ്റ്റ് ചെയ്താൽ CPM മിണ്ടില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് CPM പറയും. ബിനീഷ് കോടിയേരിക്ക് നൽകിയ പിന്തുണയിൽ നിന്നും ഒരു ഇഞ്ച് കൂടുതൽ വേണ്ട വീണയുടെ കാര്യത്തിൽ എന്നാണ് CPM-ന്റെയും CPI-യുടെയും തീരുമാനം. CMR എക്സാലോജിക് മാസപ്പടി കേസിൽ വീണ വിജയനെ ED വീണ്ടും ചോദ്യം ചെയ്താൽ ഒരുങ്ങുമ്പോൾ പാർട്ടി പ്രതിരോധത്തിലില്ല എന്ന് തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസമാണ്. വീണയുടെ കാര്യം അവർ തന്നെ നോക്കട്ടെ എന്ന നിലപാടിലാണ് CPM കടക്കുന്നത്. മുമ്പ് ED റെയ്ഡിനെത്തിയപ്പോൾ പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നു എന്ന വാർത്ത നൽകി പ്രതിരോധം തീർത്ത CPM പുതിയ സാഹചര്യത്തിൽ വീണയെ കൈവിടുകയാണ്. വീണയെ കൈവിടുന്നു എന്ന് വ്യക്തമാകുന്നതാണ് പുറത്തുവന്ന നേതാക്കളുടെ പ്രതികരണങ്ങൾ. വീണയുടെ കാര്യത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നായിരുന്നു CPM രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചത്. SFIയോട് അടക്കം വിവരങ്ങൾ വീണ ധരിപ്പിച്ചതാണെന്ന് പറഞ്ഞ ജോൺ ബ്രിട്ടാസ് CMR നൽകിയ രാഷ്ട്രീയ സംഭാവനകളിലും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു. ഈ മന്ത്രിസഭ 2 പേർ പണം കൈപ്പറ്റിയെന്ന് സമ്മതിച്ചതാണ്. അത് വെച്ച് നോക്കുമ്പോൾ വീണ വാങ്ങിയെന്ന് പറയുന്നത് എത്രയോ ചെറിയ തുകയാണ്. ആ പണം രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അറിയിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെട്ടു. ജോൺ ബ്രിട്ടാസ് ആണ് വീണയുടെ കാര്യത്തിൽ ഡൽഹിയിൽ ചരടുവലികൾ നടത്തിയത്. കേന്ദ്ര BJP നേതാക്കളുമായി അടുത്ത ചങ്ങാത്തം ബ്രിട്ടാസിനുണ്ട്. ഇത്രയും കാലം പിണറായി മുഖ്യമന്ത്രിയായിരുന്നതിനാൽ ബ്രിട്ടാസിന്റെ ചരടുവലികൾ നിഷ്പ്രയാസം നടക്കുകയും ആയിരുന്നു. എന്നാൽ പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും ഔട്ടാവുകയും പാർട്ടിയിൽ പിടുത്തം വിടുകയും ചെയ്തതോടുകൂടി ബ്രിട്ടാസ് പിണറായിയെ കൈവിടുകയായിരുന്നു. വീണയെ പരസ്യമായി തള്ളിപ്പറയാനും ബ്രിട്ടാസ് തയ്യാറായി. വരും ദിവസങ്ങളിൽ പല നേതാക്കളും പിണറായി വിളിച്ചാൽ ഫോൺ എടുക്കാത്ത അവസ്ഥയിലെത്തും. അതേസമയം ED സമൻസ് നിയമപരമായി നേരിടാനുള്ള പ്രാപ്തി സമൻസ് ലഭിച്ച വ്യക്തിക്കുണ്ട്. CPM അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്നാണ് NN കൃഷ്ണദാസും പ്രതികരിച്ചത്. സമാന നിലപാടിലേക്കാണ് CPM നേതാക്കൾ നീങ്ങുന്നത്. നേരത്തെ EDക്കെതിരെ ആക്രമണം നടത്തി SFI പ്രവർത്തകർ അടക്കം ജയിലിലുമാണ്. പുതിയ സാഹചര്യത്തിൽ വീണയുടെ കാര്യം വീണ നോക്കട്ടെ എന്ന നിലപാടിലാണ് പാർട്ടി. EDക്കെതിരെ പാർട്ടി പ്രവർത്തകർ ആക്രമണം നടത്തിയതിൽ പല നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. എന്തിന്റെ പേരിലാണ് ഇത്തരം സമരങ്ങൾ നടത്തിയതെന്ന സംശയത്തിലാണ് CPM നേതാക്കൾ. അറസ്റ്റിലായവരിൽ ഒരു നല്ല ശതമാനം കുട്ടികളും നിർധന കുടുംബത്തിൽ നിന്നുള്ളവരാണ്. ഇവരുടെ രക്ഷകർത്താക്കൾ AKG സെന്ററിന് മുന്നിൽ ചെന്ന് നിരന്തരം കരയുന്നുണ്ട്. ആർക്കും ഇവരെ സമാധാനിപ്പിക്കാൻ കഴിയുന്നുമില്ല. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നാണ് വീണയ്ക്ക് ED നൽകിയ നോട്ടീസിൽ വ്യക്തമാകുന്നത്. വീണയ്ക്കൊപ്പം മറ്റ് 8 പേർക്ക് കൂടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. CMRലുമായി ബന്ധപ്പെട്ടവർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നാണ് വിവരം. നേരത്തെ റെയ്ഡിന്റെ ഭാഗമായി ചില ചോദ്യങ്ങൾ ED ചോദിച്ചിരുന്നു. അവർ നൽകിയ മറുപടിയിൽ വ്യക്തതയില്ല എന്ന നിലപാടിലായിരുന്നു ED. അതിന് പിന്നാലെയാണ് വീണയെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്. കേസിൽ ഇതാദ്യമായാണ് വീണയെ ED വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. നേരത്തെ വീണയുടെ പിതാവ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ഭർത്താവ് മുഹമ്മദ് റിയാസ് MLA, CMRL MD എന്നിവരുടെ വീടുകളിൽ ഉൾപ്പെടെ ED റെയ്ഡ് നടത്തിയിരുന്നു. CMRL കമ്പനി വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കേസിൽ ED അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും അനുമതി നൽകിയിരുന്നു. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL നൽകിയ അപ്പീല് ജസ്റ്റിസ് V രാജ വിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാറും അടങ്ങിയ ബെഞ്ച് തള്ളിയിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം പ്രകാരമുള്ള അന്വേഷണം നടത്തുന്നതിനും താൽക്കാലികമായി സ്വത്ത് കണ്ടുകെട്ടുന്നതിനും EDക്ക് മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ FIRോ പരാതിയോ വേണ്ടതില്ലെന്ന് വ്യക്തമാക്കിയാണ് ഉത്തരവ്. സുപ്രീം കോടതിയെ സമീപിക്കാൻ 2 ആഴ്ചത്തേക്ക് കടുത്ത നടപടികളിൽ നിന്ന് സംരക്ഷണം നൽകണമെന്ന് CMRLന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടെങ്കിലും അനുവദിച്ചില്ല. കോടതിയിൽ ചെന്ന് തല വെച്ചുകൊടുത്തു എന്ന ആശങ്കയിലാണ് വീണയും കുടുംബവും. വീണയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് CMRL ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് വ്യക്തവുമാണ്. CPI കൂടി പിണറായിയുടെ എതിർചേരിയിലേക്ക് എത്തുന്നതോടുകൂടി കാര്യങ്ങൾ കൈവിടും. ഇടതുമുന്നണിയിൽ ഏതാനും സീറ്റുകളുള്ള ഒരു പാർട്ടി CPI മാത്രമാണ്. അതിനാൽ CPIയെ തള്ളാൻ CPMന് കഴിയില്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾക്കെതിരെ ED അന്വേഷണത്തിനെതിരെ ഇടതുമുന്നണിയുടെ പേരിൽ നടത്തിയ സമരത്തിൽ CPI പങ്കെടുക്കാൻ പാടില്ലായിരുന്നുവെന്ന് പാർട്ടി ജില്ലാ കൗൺസിൽ യോഗത്തിൽ വിമർശനമുണ്ടായി. പിണറായിയുടെ മകൾ പിണറായിയുടെ പാർട്ടിയിലെ അംഗമോ ഇടതുമുന്നണിയിൽപ്പെട്ട ആളോ അല്ല. ED റെയ്ഡിനിടെ ഉണ്ടായ ആക്രമണത്തെ പാർട്ടി അപലപിക്കാതിരിക്കുന്നതും പിണറായിക്ക് മുന്നിൽ CPI നേതൃത്വം വണങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ചേർന്ന യോഗത്തിൽ അംഗങ്ങൾ തുറന്നടിച്ചു. ഇത് ബിനോയ് വിശ്വത്തിനുള്ള
മുന്നറിയിപ്പായിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഉപജാപക സംഘത്തിന്റെ പിടിയിലാണ്. ഈ സംഘവുമാണ് ബിനോയ് വിശ്വത്തെ നിയമിക്കുന്നത്. സെക്രട്ടേറിയറ്റ് അടിയന്തരമായി പിരിച്ചുവിടുകയോ അംഗങ്ങൾ സ്വയം പിരിഞ്ഞു പോവുകയോ വേണം. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തു വേണ്ടി പാർട്ടി നേതൃത്വം രംഗത്തു വന്നത് അനവസരത്തിലായിപ്പോയി എന്നും വിമർശനമുയർന്നു. നയപരമായ രാഷ്ട്രീയമോ ആയ ആവശ്യമല്ല അത്, കേവലം പദവിക്ക് വേണ്ടിയുള്ള മുറവിളിയാണ് എന്നും അംഗങ്ങൾ വിമർശിച്ചു. ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ സമരത്തിൽ ആനി രാജ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. പകരം ആ വിഷയത്തിൽ AISFനെ കൊണ്ട് സമരം നടത്തിയാൽ മതിയായിരുന്നു. ബിനോയ് വിശ്വം, അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ, GR അനിൽ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മറ്റൊരു അധികാര കേന്ദ്രമായി മാറുന്നുവെന്ന് കണ്ട് നേരത്തെ അത് വേണ്ട എന്ന് വെച്ചതാണ്. പിന്നീട് സംസ്ഥാന കൗൺസിൽ കൂടി ഏകപക്ഷീയമായി സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബിനോയ് വിശ്വം നിസ്സഹായനായി നിന്നു. പിണറായിക്ക് മുന്നിൽ വിധേയനായാണ് നിൽപ്പ്. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും സെക്രട്ടേറിയറ്റിന് മുകളിൽ ചിലർ ചേർന്ന് സൂപ്പർ സെക്രട്ടേറിയറ്റ് ആണ്. സ്ഥാനാർത്ഥി നിർണയം സെക്രട്ടേറിയറ്റ് ഏകപക്ഷീയമായി നടത്തി. സെക്രട്ടേറിയറ്റിലെ മിക്കവരും സ്ഥാനാർത്ഥികളായപ്പോൾ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ആളില്ലാതെയായി. ചാത്തന്നൂരിലെ പരാജയം പാർട്ടി സംസ്ഥാന നേതൃത്വം BJPക്ക് നൽകിയ സംഭാവനയാണ്. പരാജയത്തിന് പിണറായിക്കും CPMനും പങ്കുള്ളതുപോലെ CPIക്കും ഉത്തരവാദിത്തമുണ്ട്. തിരുത്തൽ ശക്തിയാകേണ്ട പാർട്ടി ആശാസമരത്തിൽ ഉൾപ്പെടെ നിലപാട് സ്വീകരിച്ചില്ല. പിണറായി സർക്കാരിന്റെ പോക്കും തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ആക്കം കൂട്ടി. ഗവൺമെന്റ്മാരുടെ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ ജനങ്ങൾക്കിടയിൽ രോക്ഷത്തിന് കാരണമായി. LDF സർക്കാർ ഇനി വരരുതേ എന്നാഗ്രഹിച്ചു പാർട്ടിക്കാരുണ്ട്. പദവികളെല്ലാം ഇഷ്ടക്കാർക്ക് വേണ്ടി വീതം വെച്ചതായി വിമർശനമുണ്ട്. അവധാനതയോട് സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരുന്നുവെങ്കിൽ കുറഞ്ഞത് 6 സീറ്റുകളിൽ കൂടി വിജയിക്കാമായിരുന്നുവെന്ന് CPI ജില്ലാ കൗൺസിൽ യോഗത്തിൽ വിമർശനമുണ്ടായി. 25 സീറ്റുകളിൽ 5 സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചത് ഒരു സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഈ സെക്രട്ടേറിയറ്റ് അംഗം സ്വയം സ്ഥാനാർത്ഥിയായപ്പോൾ സ്വന്തം പഞ്ചായത്തിലെ മറ്റൊരാളെ അടൂരിൽ സ്ഥാനാർത്ഥിയാക്കി. കൊല്ലം ജില്ലയിൽ ഉൾപ്പെടെ വിദ്യാർത്ഥി യുവജന രംഗത്തിലുള്ള സഖാക്കൾ പലരും ഉണ്ടായിട്ടും അവരെ തഴഞ്ഞു. ചാത്തന്നൂരിലും ചടയമംഗലത്തും സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചതും പൊതുസാഹചര്യം വിലയിരുത്തിയതായിരുന്നു എന്ന് വ്യക്തം. എന്തു പ്രതികൂല സാഹചര്യത്തിലും ജയിക്കാമായിരുന്ന സീറ്റായിരുന്നു ചടയമംഗലം. പാർട്ടിയുടെ മറ്റ് 3 മന്ത്രിമാരും ജയിച്ചപ്പോൾ ഇവിടെ മാത്രം തോറ്റത് ജനപിന്തുണ ഇല്ലാത്തതുകൊണ്ടാണ്. പാർട്ടിയുടെയും CPMന്റെയും ലോക്കൽ സെക്രട്ടറിമാരെ പോലും സ്ഥാനാർത്ഥി അറിയില്ലായിരുന്നു. ചാത്തന്നൂരിൽ സ്ഥാനാർത്ഥിയെ പാർട്ടിയുടെ CPMന്റെയും അണികൾ അംഗീകരിച്ചില്ല. CPM കേന്ദ്രങ്ങളിൽ BJPക്ക് വോട്ട് കൂടിയത് അതിന് തെളിവാണ്. GS ജയലാലിനെ മത്സരിപ്പിക്കണമെന്ന ജില്ലാ കൗൺസിലിന്റെ നിർദ്ദേശം അട്ടിമറിച്ചതിന്റെ ഫലമാണ് ആ പരാജയം.